മത്തായി 6:9 നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കരുത്, പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ മനോഭാവം എന്നിങ്ങനെ വിവിധ കാര്യങ്ങൾ യേശു പഠിപ്പിക്കുമ്പോൾ ശിഷ്യർക്കും മറ്റ് കേൾവിക്കാർക്കും സ്വാഭാവികമായും ഒരു ശരിയായ പ്രാർത്ഥന കേട്ടിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉദിക്കുമല്ലോ. അത് മനസ്സിലാക്കിയിട്ടെന്ന പോലെ ഒരു മാതൃകാ പ്രാർത്ഥന യേശു പഠിപ്പിക്കുന്നു. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞതിനാൽ ഈ പ്രാർത്ഥനയാണ് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതെന്നോ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന കാണാപ്പാഠം പഠിച്ച് ഉരുവിടണമെന്നോ യേശു അർത്ഥമാക്കുന്നില്ല. അങ്ങനെ ആവർത്തിച്ചാൽ യേശു തന്നെ തൊട്ട് മുൻപ് പഠിപ്പിച്ച ജൽപ്പനം ചെയ്യരുത് എന്നതിൻ്റെ ലംഘനം ആയിത്തീരും. ആകയാൽ ഈ പ്രാർത്ഥന ഒരു ശരിയായ പ്രാർത്ഥനയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. ചില വ്യക്തികൾ എനിക്ക് മറ്റുള്ളവരെ പോലെ പ്രാർത്ഥിക്കാൻ അറിയില്ല എന്ന് വിഷമത്തോടെ പറയാറുണ്ട്. അവർ ഉദ്ദേശിക്കുന്നത് വളരെ വാചാലമായും ഇമ്പമായും ദീർഘനേരം ഒഴുക്കോടെ പ്രാർത്ഥിക്കുന്ന ചിലരെ പോലെ എനിക്ക് അറിയില്ല എന്നാണ്. ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, എത്ര മനോഹരമായി പ്രാർത്ഥിക്കുന്ന വ്യക്തിയും വേണ്ടും വണ്ണം പ്രാർത്ഥിക്കാൻ അറിയാത്ത ആളാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ വ്യക്തമാക്കുന്നു. ആയതിനാൽ പരിശുദ്ധാത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. രണ്ടാമതായി, ഇന്ന് മനോഹരമായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഒരു ദിവസം കൊണ്ട് അങ്ങനെ ആയതല്ല. വളരെ ചെറിയ രീതിയിൽ പ്രാർത്ഥിച്ച് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും പിന്നിടുമ്പോഴാണ് ഈ നിലയിലെത്തുന്നത്. മൂന്നാമതായി, നമ്മുടെ വാക്കുകളിലെ ഇമ്പത്തേക്കാൾ ഹൃദയത്തെയാണ് ദൈവം നോക്കുന്നത്. ആകയാൽ ധൈര്യമായി പ്രാർത്ഥിക്കുക. യേശു പഠിപ്പിച്ച പ്രാർത്ഥന മനഃപ്പാഠമാക്കിയാൽ നമ്മുടെ പ്രാർത്ഥനയുടെ അളവുകോൽ എന്ന പോലെ ഉപയോഗിക്കാനാകും. ഈ പ്രാർത്ഥനയിൽ വിലയേറിയ ആഴമേറിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് തീർച്ചയായും സഹായിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.